പിന്നെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ രത്നയും കൂടെ കൊണ്ടുപോകും. അതാണ് എന്റെ പ്ലാൻ. അല്ല, അത് രത്നയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഉടനെ അതിന് ശ്രമിക്കണം. അപ്പൊ എന്റെ ജോലി? എന്ത് ജോലി? ആവശ്യത്തിന് ഞാൻ സമ്പാദിക്കുന്നുണ്ട്, അത് മതി. അല്ലാതെ ഭാര്യയെ കൊണ്ട് പണിയെടുപ്പിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും എനിക്കില്ല. എനിക്കെങ്ങനെ പെട്ടെന്ന് ഈ നാടൊന്നും വിട്ട് വരാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് തുടങ്ങണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെനിക്ക് സാധിച്ചെടുക്കണം. ഞാൻ കൂടെ ഗൾഫിലേക്ക് വന്ന അത് ഞാൻ എങ്ങനെ സാധിക്കും? സ്കൂളോ? അത് തുടങ്ങിയിട്ട് എന്ത് ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നേ? അത് മാത്രമല്ല, എനിക്ക് ഒരിക്കലും എന്റെ ഏട്ടനെ അനിയത്തിമാരെയും വിട്ട് ഒരിടത്തേക്കും പോവാനാവില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണ് ചെക്കനോടൊപ്പമല്ലേ താമസിക്കണ്ടേ? രത്നയ്ക്ക് ഏട്ടനെ അനിയത്തിമാരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കലും ഇവിടെ വന്ന് എല്ലാരെയും കാണാലോ. എന്താ അതുപോലെ? രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ വരാം. വിളിക്കുന്നു. അതെ, സന്ദീപിന് രത്ന ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു താമസവും ഇല്ല. വിവാഹം കഴിഞ്ഞ് സന്ദീപിന് വീണ്ടും ഗൾഫിലോട്ട് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് ഒരു കല്യാണ നിശ്ചയം വേണ്ട, നേരെ കല്യാണം തന്നെ നടത്താം. അല്ലേ ഗിരി? അത് എല്ലാം അമ്മാവൻ പറയുന്നല്ലോ. ആ, എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ആവാം. എങ്കിലേ എത്രയും പെട്ടെന്ന് കല്യാണത്തിന്റെ മുഹൂർത്തം കുറിപ്പിക്കണം. ആയിക്കോട്ടെ, അത് ഉടനെ ചെയ്യാം. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അത് നേരത്തെ പറഞ്ഞതാണ്. എന്നാലും വീണ്ടും പറയുക, രത്നയെ നിങ്ങള് ഒന്നുപോലെ നോക്കണം. രത്നയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അതിന് ഗിരി സമ്മതിച്ചിട്ട് വേണ്ടേ? നിങ്ങൾക്ക് രണ്ടാൾക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള വകയും കൊടുത്തിട്ടായിരിക്കും ഗിരി രത്നയെ പറഞ്ഞു വിടുക. മോനും രത്നയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ വേണം? അത് മോൻ ഗിരിയോടൊന്ന് പറഞ്ഞാ മതി, ഇല്ലയോടാ? അതെ, വാക്ക് മാറുന്നവനല്ല ഗിരി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം.